റോമാലേഖനം 1:16 ഹല്ലേലൂയ. വായിക്കാം. റോമാലേഖനം 1:16 ബൈബിളുള്ള എല്ലാവരും എടുത്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ടവരും അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ആരാധനയ്ക്ക് വേണ്ടി ദൈവസന്നിധി കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അനവധി വാക്യങ്ങൾ ഞാൻ വായിച്ച് ദൈവസന്നിധിയിൽ കർത്താവിന് മഹത്വം കൊടുത്തും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ റോമാലേഖനം 1 വായിപ്പാൻ കർത്താവ് എനിക്ക് നിയോഗം തന്നെ. അതിനകത്ത് ദൈവസന്നിധിയിൽ കർത്താവെ ഇന്ന് പകൽ എനിക്കൊരു ദൂത് തരണമെന്ന് പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിനകത്ത് നിന്നും എന്നോട് സംസാരിച്ച 1-2 ദൈവിക ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സമയം അധികം നമ്മുടെ മുമ്പോട്ട് ഓടിപ്പോകുന്നു. രാവിലെ ആരാധനയുടെ മധ്യേ അസാധാരണമായൊരു ദൈവസാന്നിധ്യം എത്രയൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞു. സ്തോത്രം. അസാധാരണ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ നിയന്ത്രിക്കണം. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമ്പോഴാണ് ദൈവിക വിടുതൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. തുടർന്ന് ഈ വാക്യം ഞാൻ പ്രസംഗിക്കണമെങ്കിൽ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സൗണ്ട് ഒട്ടുമില്ല. പറയേണ്ട ദൂതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിലൊരു നീതിയുണ്ട്. ആ ദൈവവചനം നമ്മെ ധൈര്യപ്പെടുത്തും. ഈ ആഴ്ച നമുക്ക് വേണ്ട എല്ലാം ഈ വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. വായിച്ചപ്പോൾ ആമേൻ എല്ലാവർക്കും പിടികിട്ടി ആ വാക്യത്തിൻ്റെ സാരാംശം. എങ്കിലും അതിനകത്തൊരു ദൂത് കിടപ്പുണ്ട്. ആ ദൂതിലേക്ക് വരാനാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് പകൽ ഇവിടുന്ന് ഈ ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഒരു രക്ഷ നമ്മുടെ ജീവിതത്തെ കർത്താവ് തരാൻ പോവുകയാണ്. ആമേൻ. രക്ഷ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. രക്ഷ ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ? എനിക്കൊന്ന് രക്ഷപ്പെടണം, എനിക്കൊന്ന് വിടുതൽ പ്രാപിക്കണം, ഒരു വീണ്ടെടുപ്പ് എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇന്ന് പകലില്ല. എല്ലാ പ്രിയപ്പെട്ടവരോടും ചോദിച്ചാൽ രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം, എൻ്റെ ജോലി രക്ഷപ്പെടണം, എൻ്റെ ആരോഗ്യത്തിൽ രക്ഷപ്പെടണം, എൻ്റെ വീടിനകത്ത് രക്ഷയുണ്ടാകണം എന്ന് വേണ്ട. ഇത് പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കുക, അവർ പറയും ഞങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, രക്ഷപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ രക്ഷ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും രക്ഷ വേണം. പക്ഷെ രക്ഷ ആഗ്രഹിക്കാത്ത ആരുമില്ല. എന്നാൽ ഇന്ന് പകൽ ഈ ആരാധനയിൽ ഈ ഞായറാഴ്ച പകൽ പരിശുദ്ധാത്മാവിൽ ഓടിയെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുകയാ, നിങ്ങൾക്കൊരു രക്ഷ ദൈവം തരാൻ പോവുകയാ. ആമേൻ. ആ രക്ഷ മാനുഷിക വാക്കിനാലോ ദൈവദാസന്റെ പ്രസംഗത്താലോ അല്ല രക്ഷ നമുക്ക് തരാൻ പോകുന്നേ. പിന്നെ സുവിശേഷത്തിൻ്റെ ശക്തി കൊണ്ട്, ദൈവശക്തിയാൽ ഒരു രക്ഷ നമ്മുടെ വീടിനകത്ത് സംഭവിക്കാൻ പോകുകയാ. ഒരുമിച്ച് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. മാനുഷിക രക്ഷ അളക്കാൻ കഴിയാത്തതാ. അതിരിക്കാൻ പ്രയാസമുണ്ടോ? ഈ കസരയിരുന്നോ? കുഴപ്പമില്ല. മാനുഷിക അർത്ഥത്തിൽ രക്ഷപ്പെടുവാൻ കഴിയാതെ പോകുമ്പോൾ മാനുഷിക വാക്കുകൾ ചില സമയങ്ങൾ മാത്രം അതിനകത്ത് നിലനിൽക്കുമ്പോൾ നിലനിൽക്കുന്ന രക്ഷ ദൈവസന്നിധിയിൽ മാത്രമാണ്. ഞാൻ ആ വാക്യത്തിൽ വായിച്ച വാക്യത്തിൽ നിന്ന് 1-2 കാര്യം നിങ്ങളെ വാക്യ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നിട്ട് ഒരു ദൂതിലേക്ക് കയറാൻ താല്പര്യപ്പെടുകയാണ്. ആരംഭത്തിൽ ഇങ്ങനെ പോകും, നിങ്ങൾ ഭാരപ്പെടേണ്ട. ആ ദൂതിലേക്ക് ഞാൻ വേഗത്തിൽ മടങ്ങി വരാം. റോമാലേഖനത്തിനകത്ത് 1-16 വാക്യത്തിലാണ് നമ്മൾ വായിച്ചേ. വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഹല്ലേലൂയ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അടുത്തത് ആമേൻ. പൗലോസ് പറയുകയാ, കൊരിന്ത്യ സഭ റോമാ സഭയ്ക്ക് ലേഖനം എഴുതുന്നു പറയുകയാ, വിശ്വസിക്കുന്ന ഏവനും. അടുത്തത് ആദ്യം യഹൂദനും. വിശ്വസിക്കുന്ന ഏവനും. നിങ്ങൾ ആ വാക്യം കണ്ടോ? വിശ്വസിക്കുന്ന ഏവനും എന്ന് പറഞ്ഞിട്ട്, ഏവനും എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാവർക്കും. ഹല്ലേലൂയ.
എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട്, ലിജു ബ്രദറെ ഇതിന് ഇച്ച സൗണ്ട് തന്നെ, ആമേൻ, എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ വിഷയം എന്താ അറിയാമോ? ആദ്യം യഹൂദനും. ആദ്യം എന്താണ്? യഹൂദനും, പിന്നെ യവനനും. യവനൻ ജാതിയ, ആദി യഹൂദൻ സ്വന്തം ജനമാ. സ്തോത്രം. വിശ്വസിക്കുന്ന ഏവനും എന്ന് രക്ഷ ആർക്കൊക്കെയാണ് എന്ന് അവിടെ രേഖപ്പെടുത്തുമ്പോൾ പറയുകയാ. ഒന്നാമതായി രക്ഷ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കുമാണെന്ന് പൗലോസ് ഒന്ന് രേഖപ്പെടുത്തിയെങ്കിലും അവിടെ ഒരു ഡിവൈഡ് ചെയ്യുന്ന കാര്യമുണ്ട്, അവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യമുണ്ട്. എല്ലാവരും കേൾക്കണേ. അതിനകത്ത് പറയുകയാ, ആദ്യം യഹൂദനും പിന്നെ യവനനും. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഈശോ മശിഹായുടെ വരവിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ വരവിനാലുള്ള രക്ഷയെക്കുറിച്ചും കൂടെ അർത്ഥമാക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക്, റോമാ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. ഇവിടെ പറയുന്ന വിഷയം ഇതാണ്. യേശു കർത്താവ് ആരെ രക്ഷിക്കാനാണ് വന്നത്? യേശു കർത്താവ് യവനനെ രക്ഷിക്കാനല്ല ഈ ഭൂമി വന്നത്. യേശു കർത്താവ് ജാതികളെ രക്ഷിക്കാനല്ല ഈ ഭൂമി വന്നത്. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ആ യേശു ആഗ്രഹിച്ചത് സ്വന്തം ജനത്തെയാ. എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാ യേശു ഭൂമിയിലേക്ക് വന്നത്. പക്ഷെ വചനത്തിൽ ഇങ്ങനൊരു കാര്യം കിടപ്പുണ്ട്, സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല. എന്ന് പറഞ്ഞാൽ ആദ്യം യഹൂദന് രക്ഷയെന്ന് പറയുമ്പോൾ ആ രക്ഷ പ്രാപിക്കേണ്ടതിന് സ്വന്തമായവർ എന്ന് പറഞ്ഞാൽ യഹൂദൻ അതിനെ കൈക്കൊള്ളാതെ വന്നപ്പോൾ കൃപയാൽ അത് യവനന് കിട്ടി. ആമേൻ. കൃപയാൽ നമുക്ക് ലഭിച്ചു, കൃപയാൽ ജാതികൾക്ക് ലഭിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ യഹൂദ പശ്ചാത്തലത്തിൻ്റെ പുറത്തുള്ള, യഹൂദ വീടിന് പുറത്തുള്ള ജനത്തിന് കൃപയാൽ ഈ രക്ഷ കിട്ടിയത് സുവിശേഷത്താലാണ്. സ്തോത്രം. ഇന്ന് പകൽ ആത്മാവി കേൾക്കണം. അപ്പൊ ഈ രക്ഷ കിട്ടണമെങ്കിൽ, രക്ഷ ലഭിക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നേ 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 4:12 എഴുതിയിരിക്കുന്നു, ഈ രക്ഷ ലഭിക്കണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നു. 1-2 വാക്യങ്ങൾ ഇത് വായിച്ച് ആമേൻ, അതിനുശേഷം ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. ഈ രക്ഷ ലഭിക്കണമെങ്കിൽ ആമേൻ, അപ്പോസ്തല പ്രവൃത്തി 4:12 ഇങ്ങനെയാ വായിക്കുന്നത്. ആമേൻ, മറ്റൊരുത്തനിലും രക്ഷ ഇല്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും. അപ്പൊ രക്ഷ കിട്ടണമെങ്കിൽ എവിടെ വരണം? ഏകനാമത്തിൽ വരണം. അർത്ഥം ഏക ദൈവത്തിൽ വരണോ, ഏക കർത്താവിൽ വരണോ. അങ്ങനെ വരുമ്പോൾ രക്ഷ സായുജ്യമാകുകയാണ്. ആമേൻ. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യം കൂടെ ഒന്ന് വായിച്ച് കേട്ടെ. ആമേൻ. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ കൂടെ നോക്കുക. ഏകനാമത്തിൽ വരണമെന്ന് പറഞ്ഞിട്ട് രക്ഷ കിട്ടാൻ, ഏകനാമത്തിൽ വരണമെന്ന് പറഞ്ഞിട്ട് റോമാലേഖനത്തിലേക്ക് വീണ്ടും പൗലോസ് വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഒന്നുകൂടെ തുറന്നു പറയുന്നു, യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് എന്ത് ചെയ്യണം? പിടി കിട്ടിയോ? ഈ രക്ഷ കിട്ടണമെങ്കിൽ റോമാലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഈ സുവിശേഷത്താലുള്ള രക്ഷ ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ, ഈ കൃപ ലഭിക്കണം, ഈ രക്ഷ കിട്ടണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ആമേൻ. അങ്ങനെ പെട്ടെന്ന് കിട്ടുകയില്ല, പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല ഈ രക്ഷ. ഈ രക്ഷ വില കൊടുത്ത് വാങ്ങുന്നതല്ല. ഇത് ഏതെങ്കിലും സ്വർണമോ വെള്ളിയോ പണമോ കൊടുത്തു വാങ്ങുന്ന രക്ഷയല്ല. ഈ രക്ഷയ്ക്കും പ്രാധാന്യം, ഇത് സൗജന്യമാണ്. ഈ രക്ഷ സൗജന്യമാണ്. പക്ഷെ ഇത് എവിടുന്നാണ് കിട്ടുന്നത്? ഇത് യഹോവയിൽ നിന്ന് ഏകനാമമുള്ള ക്രിസ്തുവിൽ നിന്നാണ് കിട്ടുന്നത്. ഇത് കിട്ടണമെങ്കിൽ ഒരു വിശ്വാസിയായ ഞാനും നിങ്ങൾ എന്ത് ചെയ്യണോ? ആമേൻ. നമ്മുടെ കർത്താവിനെ എന്ത് ചെയ്യണോ? യേശുവിനെ കർത്താവെന്ന്
ഇന്ന് പകൽ വായ് കൊണ്ട് ഏറ്റു പറയണോ? എന്താ പറയണ്ടേ? യേശു എൻ്റെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റു പറയണോ? അങ്ങനെ ഏറ്റു പറയുമ്പോൾ രക്ഷ ഹൃദയത്തിനകത്ത് വരികയാണ്. അപ്പോൾ ഒന്ന്, രക്ഷ ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ വിഷയം ഏകനാമത്തിൽ വിശ്വസിക്കണം. ആരാണ് ഏകനാമം? ഭൂലോകരുടെയും ലോകങ്ങളുടെ മുമ്പിൽ, ലോകങ്ങളുടെ മുമ്പിൽ മുഴങ്കാലുകൾ മടങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം, ഏകനാമം, കർത്താവ് എന്ന നാമത്തിൻ്റെ മുമ്പിൽ സകലരുടെയും മുഴങ്കാലുകൾ മടങ്ങുമെന്ന് വചനത്തിൽ ഉണ്ടെങ്കിൽ ഇന്നുവൊക്കെ ശ്രദ്ധിക്കണം. യേശു എന്ന് പറയുന്ന ഏകനാമത്തിൽ വരുമ്പോൾ ഈ രക്ഷ പൂർണ്ണമാകുകയാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷ എങ്ങനെ കിട്ടും? അവിടെ എഴുതി കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എന്നിട്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ. കർത്താവ് എൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്നാൽ മാത്രം പോരാ, അത് വാഗോണ്ട് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുക മാത്രമല്ല, വാഗോണ്ട് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. എന്താണ് പറയണ്ടേ? ഹൃദയത്തിൽ കർത്താവ് എൻ്റെ ദൈവമാണ്, എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്നെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി മരിച്ചു, എന്നെ രോഗത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി മരിച്ചു, എൻ്റെ ശാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ. ചിലർ വിശ്വസിക്കും, അത് ആരോടും പറയത്തില്ല. ആരോടും പറയത്തില്ല. ഭാര്യയോട് പറയത്തില്ല, മക്കളോട് പറയത്തില്ല, പള്ളിയിൽ പറയത്തില്ല, കൂട്ടുകാരോട് പറയത്തില്ല. ഹൃദയത്തിനകത്ത് വിശ്വസിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അത് രക്ഷ പൂർണ്ണമാകുന്നില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല, അത് വാഗൊണ്ട് ഏറ്റു പറയണം. ആദരം തുറന്ന് പറയണം, ഈ ദൈവം എൻ്റെ ദൈവമാണ്. ഇന്ന് പകൽക്കാലം പാടിയത് പോലെ നമ്മൾ പറയണോ, ഈ ദൈവം എൻ്റെ ദൈവമാണ്, ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുന്നവരുടെ വീട്ടിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യോ. ഈ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുന്നവരുടെ വീട്ടിൽ ദൈവം അടയാളങ്ങൾ ചെയ്യോ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ഈ ദൈവത്തെ ഏറ്റു പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വഴിമാറുകയാ. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുകയാ. നിങ്ങളുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരികയാ. ഈ യേശുവിനെ വിശ്വസിക്കുന്ന, ആദരം തുറന്ന് ഈ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഒരു വലിയ മിറക്കിൾ ഈ മാസം സംഭവിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ രക്ഷ നിങ്ങളുടെ ബിസിനസ്സിൽ വരാൻ പോകുകയാ. ഈ രക്ഷ നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ പോകുകയാ. ഈ രക്ഷ നിങ്ങളുടെ തലമുറയിൽ വരാൻ പോകുകയാ. ഈ രക്ഷ നിങ്ങളുടെ ജോലിയിൽ വരാൻ പോകുകയാ. ഈ രക്ഷ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാപിക്കാൻ പോകുകയാ. ഈ രക്ഷ ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ രക്ഷ കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ മിണ്ടാതെ ഇരിക്കാതെ ആദരം തുറന്ന് പറ, ഈ ദൈവം എൻ്റെ ദൈവമാണ്. ഹൃദയത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, വാഗൊണ്ട് ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് സംഭവിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാൻ മടിക്കരുത് പ്രിയരെ. ഹല്ലേലൂയ. ഞാനൊരിക്കൽ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാനിവിടെ പറഞ്ഞതാണ്. ആഫ്രിക്കയിൽ ഒരു പ്രത്യേക സ്ഥലത്ത്, എനിക്ക് ആ പേര് ഞാൻ ഓർക്കുന്നില്ല, അവിടെ പള്ളിയിൽ ഏതാണ്ട് 100-ലധികം ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീവ്രവാദികളായിരിക്കുന്ന, ദൈവത്തെ ആരാധിക്കാത്ത, ദൈവത്തോട് പിണക്കമുള്ള, വൈരാഗ്യമുള്ള ഒരു കൂട്ടം ആളുകൾ തോക്കുധാരികളായി ആലയത്തിനകത്തേക്ക് കയറി വരികയാണ്. പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പുൾപിറ്റിലേക്ക് കയറി വന്നിട്ട് ആദ്യം പാസ്റ്റർക്കെതിരെ നിറയൊഴിച്ച തോക്ക് ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നീ പറയണോ നിന്റെ ദൈവം ഈ യേശു അല്ല എന്ന് പറയണോ, യേശു അല്ല എന്ന് പറയണോ. ആ പാസ്റ്റർ 2 തോക്കിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ എന്ത് ചെയ്യാനാ? മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. രക്തസാക്ഷിയാകാൻ തനിക്ക് പ്ലാനില്ല. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഈ ദൈവം എൻ്റെ ദൈവം അല്ല, ഈ ദൈവം എൻ്റെ ദൈവം അല്ല. എന്താ സംഭവിച്ചത്? ആ മനുഷ്യർ, ആ തീവ്രവാദികൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം
പുസ്തകം പുൽപ്പിറ്റിലേക്ക് നിവർത്തി വെക്ക്, എന്നിട്ട് അതിനകത്ത് കാർക്കിച്ച് തുപ്പണം. കാർക്കിച്ച് തുപ്പിയിട്ട് ഇതിനകത്തുനിന്ന് ഇറങ്ങി ഓടിക്കോ, നിന്നെ ഞങ്ങൾ കൊല്ലുകയില്ല. ആമൻ ഉപദേശി ചെയ്തതെന്താ? ആമൻ ഹല്ലേലൂയ, പുസ്തകത്തെ കാർക്കിച്ച് തുപ്പിയിട്ട്, ആമൻ ആ പുൽപ്പിറ്റിലിരിക്കുന്ന പുസ്തകത്തെ കാർക്കിച്ച് തുപ്പിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഡോറ് തുറന്ന് ഇറങ്ങി ഓടി. അവരവനെ വെറുതെ വിട്ടു. കാരണം തീവ്രവാദികൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നീ പറയണം ഈ ദൈവം നിൻ്റെതല്ല, ഈ ദൈവം എൻ്റെ ദൈവമല്ല എന്ന് പറയണം. മറ്റൊന്ന്, ഈ പുസ്തകത്തെ കാർക്കിച്ച് തുപ്പണം. രണ്ട് കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ഉപദേശി ഇറങ്ങിപ്പോയപ്പോൾ വിശ്വാസികൾ പേടിക്കാൻ തുടങ്ങി. ബൈബിളിനകത്ത് വാക്യമുണ്ടല്ലോ, ആമൻ ഇടയനെ വെട്ടും ആടുകൾ എന്ത് ചെയ്യും? ചിതറിപ്പോകുമെന്ന്. ആദ്യ ഉപദേശിയെ വെട്ടി, അവൻ ഇറങ്ങി ഓടി. അവസാനം രണ്ടാമതായിട്ട് വിശ്വാസികളെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് ഈ തീവ്രവാദികൾ ബാമൻ ഈ നിറയൊഴിച്ച ഈ തോക്കുമായിട്ട് അവരുടെ അടുക്കിലേക്ക് ചെല്ലുകയാ. എന്നാൽ ഈ തോക്കിൻ്റെ മുനയിൽ നിന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഈ ദൈവം എൻ്റെ ദൈവമല്ല, യേശു എൻ്റെ ദൈവമല്ല, യേശു എൻ്റെ ദൈവമല്ല. അതിനകത്തെ സകല വിശ്വാസികളും പറയാൻ തുടങ്ങി, ഈ ദൈവം ഞങ്ങളുടെ ദൈവമല്ല. അപ്പോൾ ദൈവം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഈ തുറന്നു വെച്ചിരിക്കുന്ന പുൽപ്പിറ്റിൽ വെച്ചിരിക്കുന്ന പ്രസംഗപീഠത്തെ വെച്ചിരിക്കുന്ന ഈ പുസ്തകത്തെ തുപ്പിയിട്ട് വേണം, കാർക്കിച്ച് തുപ്പിയിട്ട് വേണം പോകാൻ. അങ്ങനെ പലരും തുപ്പി തുപ്പി പേപ്പർ നനഞ്ഞ് കുതിർന്ന് കിടക്കുമ്പോൾ എല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി ആലയത്തിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഒരു മനുഷ്യനെയും അവർക്കൊന്നില്ല, എല്ലാവരും രക്ഷപ്പെട്ടു. അവസാനം ആരുമില്ല. എല്ലാവരും പോകാൻ നേരത്ത് ഈ തീവ്രവാദികൾ ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരത്ത് അവസാനം ഒരു വ്യക്തി കാലുകൾ പുറകോട്ട് വെച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ഈ ആലയത്തിനകത്ത് ശ്വാസം വിടുന്ന ശബ്ദം കേട്ടോ, ഏങ്ങലടിക്കുന്ന ശബ്ദം കേട്ടോ. അവർ വീണ്ടും ആലയത്തിലേക്ക് വന്ന് നോക്കി, ആരാണ് ഇതിനകത്തിരിക്കുന്നത്? ആരെയും കാണുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഓരോ ഡോറും ഓരോ മേശയുടെയും അലമാരുടെയും ഒക്കെ മറവെല്ലാം നോക്കി, ആരെയും കാണുന്നില്ല. അവസാനം ഒരു ബാക്ക് ഡോറിൻ്റെ പുറകിൽ ഒരു പെൺകുട്ടി, ഏകദേശം 10-13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി പേടിച്ച് ആരണ്ട് കരഞ്ഞ് കണ്ണ് കലങ്ങി ഹൃദയം തകർന്ന് അവൻ്റെ മാതാപിതാക്കളൊക്കെ ഇറങ്ങി ഓടിയപ്പോൾ, പാസ്റ്റർ ഇറങ്ങി ഓടിയപ്പോൾ, ഈ ദൈവം എൻ്റെ ദൈവം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയപ്പോൾ മരണത്തെ പേടിച്ച് എല്ലാവരും യേശുവിനെ തള്ളിക്കളഞ്ഞ് ഓടിയപ്പോൾ ഈ പെൺകുട്ടി 10-12 വയസ്സ് പ്രായമുള്ള ഈ പെൺകുഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഡോറിൻ്റെ അലമാരുടെ ബാക്കിൽ പേടിച്ചാരണ്ട് വിറച്ച് അവൾ കരഞ്ഞുകൊണ്ട് തന്നെത്താൻ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ അവിടെ കുനിഞ്ഞിരിക്കുകയാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടയാളി ചെന്ന് കുത്തുപിടിച്ച് അവിടെ മുടിക്കുത്തിന് പിടിച്ച് പുറത്തേക്കെടുത്തിട്ടു. ആലയത്തിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് ഇവൾ തെറിച്ചു വീഴുകയാ. തോക്കിൻ്റെ മുന കൊണ്ട് 3-4 പേര് ഇവൾക്ക് ഇതേ വട്ടം കൂടിയിട്ട് അവർ പറഞ്ഞു, പറ, നിങ്ങളുടെ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇവിടെ ആരാധിച്ച് ഇവിടെ വന്ന പള്ളി വന്ന ആളുകൾ പറഞ്ഞതുപോലെ നീയും പറ, നിനക്കെന്താ കുഴപ്പമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. കിടക്കുന്ന കൊച്ചിനെ പൊക്കി എഴുന്നേൽപ്പിച്ചു. ചെന്ന് പറ, എന്നിട്ട് ബൈബിളിനകത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് പുറത്തേക്ക് പോ, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് പടത്തലവൻ പറഞ്ഞപ്പോൾ അവൾ മുമ്പോട്ട് ചെന്നിട്ട് ആ കപത്തിനകത്ത്, തുപ്പലിനകത്ത് പൊതിഞ്ഞു കിടക്കുന്ന, നനഞ്ഞു കിടക്കുന്ന വിശുദ്ധ വേദപുസ്തകം കയ്യിലോട്ടെടുത്തിട്ട് മാറോട് ചേർത്ത് വെച്ചു. ആ തുപ്പലുള്ള നനഞ്ഞു കിടക്കുന്ന ആ പുസ്തകം മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു, ഈ ദൈവം തന്നെ എൻ്റെ ദൈവം. 12 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞ് പറയുകയാ, ഈ ദൈവം തന്നെ എൻ്റെ ദൈവം. ഇനി പറയണ്ടായല്ലോ നിങ്ങളോട് ഞാൻ. അവിടുന്നും ഇവിടുന്നും എല്ലാം തോക്കിൻ്റെ മുനകിൽ നിന്ന് തീ പാഞ്ഞു വന്ന തോക്കുണ്ടകൾ അവളുടെ ദേഹത്തേക്ക് തറച്ചു കയറി. അവൾ ഈ ലോകത്തിൽ നിന്ന് പിടഞ്ഞു മരിച്ചു. എന്താ കാര്യം? വിശുദ്ധ വേദപുസ്തകം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവസാന ശ്വാസത്തിൽ അവൾ പറയുകയാ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. ഇന്ന് പകൽ തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുന്ന എത്ര പേര് ഗ്രേസ് മിഷൻ ചർച്ചിനകത്തിരിപ്പുണ്ട്? പ്രശ്നങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, കടഭാരം വരുമ്പോൾ, നമ്മെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ ദൈവം എൻ്റെ ഹല്ലേലൂയ. സുഖത്തിലിരിക്കുമ്പോഴല്ല, തിന്നിട്ട് പല്ലെ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴല്ല,
കഴിയുമ്പോഴല്ല, വയറ് നിറഞ്ഞിരിക്കുമ്പോഴല്ല, പേഴ്സിനകത്ത് നിറവ് സംഭവിക്കുമ്പോഴല്ല, അക്കൗണ്ടിനകത്ത് കുമിഞ്ഞു കൂടുമ്പോഴല്ല, നിന്റെ ജീവിതത്തിൽ എല്ലാം റെഡിയായി കഴിയുമ്പോഴല്ല ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയേണ്ടത്. ഇന്ന് പകൽക്കാലം എല്ലാം നഷ്ടപ്പെടുമ്പോ, എല്ലാം തീർന്നു പോകുമ്പോ, എല്ലാ രക്ഷയും അവസാനിക്കുമ്പോ ഹൃദയത്തിൽ വിശ്വസിച്ചത് വാഗൊണ്ട് ഏറ്റു പറയണോ, ഈ ദൈവം എൻ്റെ ദൈവമാണ്. ഇന്ന് പകൽ പറഞ്ഞാട്ടച്ചായന്മാരെ, ഇന്ന് പറ സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽ പറ, രോഗം വരട്ടെ, ക്യാൻസർ വരട്ടെ, തലവേദന വരട്ടെ, ട്യൂമർ വരട്ടെ, കടഭാരം വരട്ടെ, പഠനം പാതിമൊഴി മുടങ്ങട്ടെ, എൻ്റെ ബിസിനസ് തകരട്ടെ, എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ പലതും വരട്ടെ, പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയൂ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. ഇന്ന് നമുക്ക് പുസ്തകം മാറത്തു ചേർത്ത് പിടിച്ച് 100-ലധികം വിശ്വാസികൾ കാർക്കിച്ചു തുപ്പിയ തുപ്പലോടുകൂടെ ഏറ്റുവാങ്ങിയ പുസ്തകം മാറത്തു ചേർത്ത് പിടിച്ച് 12 വയസ്സുള്ള കുഞ്ഞ് യേശു എൻ്റെ ദൈവമെന്ന് പറഞ്ഞെങ്കിൽ അവക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് ദൈവം അവക്ക് വേണ്ടി കരുതിയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടോട് പറയാ, നിങ്ങൾക്ക് വേണ്ടി ഈ ഒക്ടോബർ മാസം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തിരുന്നു കൊണ്ട് ഇന്ന് രാവിലെ മനസ്സ് തുറന്നിട്ട് എൻ്റെ ദൈവമേ നീയാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ അത്രയും പറഞ്ഞാൽ മതി. നിന്റെ കോഴിയോ കോഴിച്ചോറ്, എണ്ണയോ ഭരണിയോ മെഴുകുതിരിയോ ഒന്നും ദൈവത്തിനു വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് ഒന്ന് പറഞ്ഞാൽ മതി, ഈ ദൈവം എൻ്റെ ദൈവമാണെന്ന്. അവിടെ ആരംഭിക്കുകയോ നിന്റെ വിടുതല്, അവിടെ ആരംഭിക്കുകയോ നിന്റെ അനുഗ്രഹം. ഒന്ന് സ്തോത്രം പറ. അവിടെ ആരംഭിക്കുകയോ നിന്റെ ജീവിതത്തിൽ ബന്ധനങ്ങൾ അഴിയുന്നത്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ രക്ഷ നിന്റെ വീട്ടിൽ വരാൻ പോകുകയോ, നിന്റെ കുടുംബത്തിൽ വരാൻ പോകുകയോ, നിന്റെ തലമുറയിൽ വരാൻ പോകുകയോ. കൊച്ചപ്പൻ പറഞ്ഞ് രക്ഷിക്കാമെന്ന് ആ രക്ഷയല്ല, ഉപ്പാപ്പൻ പറഞ്ഞ് രക്ഷിക്കാമെന്ന് ആ രക്ഷയല്ല. കൂട്ടുകാരൻ പറഞ്ഞു നീ ഭാരപ്പെട ഞാൻ രക്ഷിക്കാം, ആ രക്ഷയല്ല. കൂടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു ഞങ്ങളുണ്ട് കൂടെ, ആ രക്ഷയല്ല. പിന്നെയോ ഈ രക്ഷ സുവിശേഷത്താൽ ഉള്ള രക്ഷയാണ്. ആരാണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം. യേശുവിനുള്ള രക്ഷ ഇന്ന് പകൽ നിന്റെ വീട്ടിൽ ഇറങ്ങി വരാൻ പോകുക. ഈ ആരാധന നിന്നെ വിടാതിരിക്കാൻ, ഇതിനകത്ത് കൊണ്ടുവരാതിരിക്കാൻ, ഇന്ന് വീടിനകത്ത് ഇരുത്താൻ എന്തെല്ലാം പ്രശ്നമാ ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ പിശാച് അരങ്ങേറിയത്. പക്ഷേ അതിനകത്തു നിന്ന് ഇതിനകത്ത് നിന്നെ കൊണ്ടിരുത്തിയെങ്കിൽ നിനക്കൊരു രക്ഷയുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞു. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിലെ അനർത്ഥങ്ങൾ വഴിമാറാൻ പോകുക. നിന്റെ കെട്ടുകളാ ഇന്ന് പകൽ നിന്റെ വീടിനകത്തു രക്ഷ, നിന്റെ ബിസിനസ്സിനകത്തു രക്ഷ, നിന്റെ തലമുറയിൽ രക്ഷ എന്റെ ദൈവം ചെയ്യുന്നു. 27ാമത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് പകൽ ഞാൻ ദൈവസഭയിൽ ദൂത് കൈമാറുകയോ, നിനക്ക് വേണ്ടി ഒരു രക്ഷ ഇറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ യഹൂദനും വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട രക്ഷ യവനന് ലഭിച്ചെങ്കിൽ കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, ഒരു സഹോദരി വന്ന് യേശുവിൻ്റെ അടുക്ക വന്ന് ഇങ്ങനെ പറഞ്ഞു, ആമേൻ എൻ്റെ കുഞ്ഞുമകളെ സൗഖ്യമാക്കണം, അവളെ രക്ഷിക്കണം. അവളെ എന്ത് ചെയ്യണം? രക്ഷിക്കണം. അവള് ഒരു വല്ലാത്ത രോഗത്തിൽ കഴിയുകയാണ്. കർത്താവ് അവിടെ മുഖത്ത് നോക്കി പറഞ്ഞ്, നായ്ക്കളുടെ അമ്മ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എന്ത് ചെയ്യില്ല? കൊടുക്കുകയില്ല. ഹല്ലേലൂയ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുകയില്ല. നമ്മുടെ വീട്ടിൽ ഒരാൾ വരിക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരിക, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ഓരോ കാര്യം അപേക്ഷിക്കുക, ഒരു കാര്യം ചോദിക്കുക, അന്നേരം ഞാൻ പറയുക ആമേൻ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആമേൻ മുഖത്ത് നോക്കി അവളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യേശു അവിടെ മുഖത്ത് നോക്കി വിളിച്ചതെന്താ? നീ നായാണെന്നല്ലേ?
അമ്മേ നീ നായ അതുകൊണ്ടല്ലേ നായക്കടെ കുട്ടികളെന്ന് പറഞ്ഞേ. അമ്മേ നായെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ കയറുമോ? ഇതിനകത്തിരിക്കുന്നത് നിങ്ങളുടെ മുമ്പത്ത് നോക്കി ഞാൻ നായെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച നിങ്ങൾ യോഗത്തിന് വരുമോ? ഹല്ലേലൂയ. നോക്കിക്കേ, അല്ലേലും കഷ്ടപ്പെട്ടാണ് വരുന്നേ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. യോഗത്തിന് വരുമോ? നായെന്ന് വിളിച്ചാൽ നിങ്ങൾ ആരെങ്കിലും അകത്ത് കയറി വരുമോ? പറയാ ഉപദേശി കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കേട്ടോ, എന്നെ നോക്കിയാൽ പറഞ്ഞു, എൻ്റെ പിള്ളേരെ നോക്കിയാൽ പറഞ്ഞു നായെന്ന്. ഇവിടെ നോക്കിയാൽ യേശു കർത്താവ് പറയുക. ഹല്ലേലൂയ. നായ്ക്കടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എന്ത് ചെയ്യില്ല, കൊടുക്കില്ല. അപ്പോൾ ആ വാക്ക് കേട്ടിട്ട് യേശുവിൻ്റെ വായിൽ നിന്ന് അവൻ രക്ഷ കിട്ടണം, വിടുതൽ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഓടിച്ചെന്നത്. പക്ഷെ കേട്ടത് അവൻ നെഗറ്റീവായൊരു വാക്കാ. എന്നിട്ടും അവൾ അവനെ വിശ്വസിച്ചു നിന്നു. ഹല്ലേലൂയ. ഒരാമേൻ പറ. എന്നിട്ടും അവനെ വിശ്വസിച്ച് നിന്നു. ഹല്ലേലൂയ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അവൾ ഒരു കാര്യം തീരുമാനിച്ചു, എൻ്റെ കൊച്ചിന് രക്ഷ വേണം. ഞാൻ വന്നത് സുവിശേഷത്തിൻ്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. അത് തെളിയിക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-1 വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയ വചനം ദൈവമായിരുന്നു. ആമേൻ. അപ്പോൾ കർത്താവായിരുന്നു വചനം. സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം, നല്ല വാർത്ത, അത് കർത്താവാണ്. ഈ ലോകത്ത് വേറൊരു സുവിശേഷം ഇല്ല, യേശു മാത്രമേ ഉള്ളൂ സുവിശേഷം. അല്ലോ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പറയാ, യേശുവിൻ്റെ അടുക്കൽ, സുവിശേഷത്തിൻ്റെ അടുക്കൽ, റോമാലേഖനം 1:16 വാക്യമാ, സുവിശേഷത്താലുള്ള രക്ഷ ആദ്യം യഹൂദനും പിന്നെ യവനനും. ആമേൻ. രക്ഷ വരേണ്ടതിന് ദൈവശക്തി ആകുന്നു. അങ്ങനെ ആ വാക്യത്തിൽ ദൈവശക്തി ആകുന്നു. ഈ ദൈവശക്തി കുറച്ചുകൂടെ കഴിയുമ്പോൾ വ്യാപരിക്കാൻ പോവുക. ആമേൻ. സ്വതന്ത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു പ്രസംഗമല്ല നടത്തുന്നേ, ഇതിനകത്തൊരു ദൈവശക്തി കിടപ്പുണ്ട്, രക്ഷയിലുള്ള ദൈവശക്തി. അത് ഇന്ന് പകൽ പ്രസംഗിച്ച് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് നമുക്കൊന്ന് അനുഭവിക്കണം. ഹലോ, ആമേൻ. ദൈവശക്തി അനുഭവിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവശക്തി ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ദൈവശക്തിയുടെ മുമ്പിൽ, ഈ യേശുവിൻ്റെ മുമ്പിൽ, സുവിശേഷത്തിൻ്റെ മുമ്പിൽ ഈ അമ്മ പോയി നിൽക്കുകയാണ്. ഈ അമ്മ ചെന്ന് പറയുക, എൻ്റെ മകളെ സൗഖ്യമാക്കണം. കനാന്യ സ്ത്രീയാണ് അവൾ. കനാന്യ സ്ത്രീ എന്ന് പറയുമ്പോൾ കനാന്യക്കാരുമായിട്ട് യഹൂദന് യാതൊരു സമ്പർക്കവുമില്ല. അന്ന് യഹൂദൻ വിശുദ്ധനും മറ്റുള്ള ജാതികളും ആമേൻ പാപികളും എന്നൊക്കെയാണ് യഹൂദന്മാർ ചിന്തിച്ചിരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ അന്ന് യഹൂദന്മാർ ഈ കനാന്യരുമായിട്ട് യാതൊരു പോക്കുവരവില്ല, ആരുമായിട്ടും ബന്ധമില്ല. അവരുണ്ടാക്കുന്ന ആഹാരം കഴിക്കില്ല, അവരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകില്ല, അവരുടെ വിരുന്നുശാലയിൽ പോകില്ല, അവരുടെ വിവാഹത്തിന് പോകില്ല, അവിടുത്തെ ഒരു പെണ്ണിനെ ഇങ്ങോട്ട് എടുക്കില്ല, ഇങ്ങോട്ടൊരു പെണ്ണിനെ അങ്ങോട്ട് കൊടുക്കില്ല. ഇങ്ങനെ ഐക്യം പ്രഖ്യാപിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശു കർത്താവിൻ്റെ അടുക്കൽ ആമേൻ ഐക്യത്തിനകത്ത് നിന്നുകൊണ്ട് ഒരുവൾ വന്ന് പറയുക, നീ എൻ്റെ മകളെ സൗഖ്യമാക്കണം. യേശു പറഞ്ഞ അത്രയേ ഉള്ളൂ. ആമേൻ. യഹൂദനായ എനിക്കും നിന്റെ മക്കൾക്കും എന്താണ് ആമേൻ യോഗ്യത എന്ന യേശു മലയാളത്തിൽ ചോദിച്ച്. എന്നാൽ ഒരു കാര്യം പറയാ, അവരുടെ ആഗ്രഹം യേശു നായെന്ന് പറയുന്ന വിഷയമല്ല. അവരുടെ വിഷയം എൻ്റെ മകൾ സൗഖ്യമാകണം, എൻ്റെ മകൾ രക്ഷപ്പെടണം. ഇന്ന് പകൽ അങ്ങനെ ഉറപ്പുള്ള എത്ര പേരുണ്ട്? എനിക്കൊരു രക്ഷ വേണം, ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ വെറും കൈയോടെ പോകത്തില്ല. ഇന്ന് പകൽ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുത്താലോ, അത് മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്ന നായ്ക്കുട്ടികൾ ഉണ്ടെങ്കിൽ ആ നായ്ക്കുട്ടിയാകാൻ ഞാൻ റെഡിയാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇന്നു പകൽ നിന്റെ വീട്ടിൽ നീ ആഗ്രഹിക്കുന്ന രക്ഷ വരികയാണെന്ന് വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞാൻ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്നെ നായെന്ന് വിളിച്ച് മാറ്റി നിർത്തിയാലോ, രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന കനാന്യ സ്ത്രീ യേശുവിനെ വിട്ടുപോയില്ല. അവൾ പറഞ്ഞ പദം എങ്ങനെയാ? ആ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ നായ്ക്കുട്ടികൾ തിന്നുന്നുണ്ടല്ലോ. യേശു ഞെട്ടിയെന്നാണ് അവിടെ കാണുന്നേ. യേശു എന്ത് ചെയ്തു? ഞെട്ടിപ്പോയി. നമ്മുടെ ചില വിശ്വാസം കണ്ട് യേശു ഇന്ന് രാവിലെ ഞെട്ടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പകച്ചു പോയെന്ന് പറയാം. എന്താ കാര്യം? യേശു പറയാ, അയ്യോ ഇവരുടെ ഇടയിൽ ഇതുപോണക്ക് വിശ്വാസമുള്ള ആളെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ലെന്ന്. സ്വതന്ത്രം. ഇതുപോണക്ക് വിശ്വാസമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് യേശുവോട് പറയുക, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. തലമുറ വിടുവിക്കപ്പെടാൻ വേണ്ടി, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ വേണ്ടി
അതിനകത്ത് സാത്താന്യ ശക്തിക്കകത്തു നിന്നും ഒരു രക്ഷ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ യേശുവിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി. യേശുവിൻ്റെ വാക്ക് ഇവളെ അസഹ്യപ്പെടുത്തി, നിരുത്സാഹപ്പെടുത്തി, മാറ്റി നിർത്തക്ക നിലയുള്ള വേദന സംഭവിച്ചു. എന്നിട്ടും അവൾ വിട്ടില്ല. അവൾ യേശുവിനെ പിടിച്ചു നിർത്തി. അവളുടെ വിശ്വാസത്തെ അവൾ വർദ്ധിപ്പിച്ചു. ഇന്ന് പകൽ ഒരു കാര്യം പറയാ, അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ, കൂടെ ആരാധിക്കുന്നവർ, കൂടെ പ്രാർത്ഥിക്കുന്നവർ, കൂടെ കിടന്നുറങ്ങുന്നവർ, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ നിന്റെ പ്രാർത്ഥനയെ നോക്കി, നിന്റെ വിശ്വാസത്തെ നോക്കി പറഞ്ഞേക്കാം. പക്ഷെ ഇന്ന് കനാനിയ സ്ത്രീയെ പോലെ ഉറപ്പുള്ള ഒരു ദൈവപൈതലാണ് നീയെങ്കിൽ ഇന്നു പകൽ നിന്റെ വിശ്വാസത്തിനകത്ത് സുവിശേഷത്താൽ ഒരു രക്ഷ വന്ന് ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. ദൈവശക്തി വ്യാപരിച്ചാൽ കെട്ടുകൾ അഴിയോ. ദൈവശക്തി വ്യാപരിച്ചാൽ ബന്ധനങ്ങൾ അഴിയോ. ദൈവശക്തി വ്യാപരിച്ചാൽ നിന്റെ പിരിമുറുക്കങ്ങൾ ദൈവം അഴിക്കും. ദൈവശക്തി വ്യാപരിച്ചാൽ നിന്റെ തടസ്സങ്ങൾ ദൈവം ദൂരീകരിക്കും. ദൈവശക്തി വ്യാപരിച്ചാൽ നിന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാത്ത മേഖലകളിൽ ഒരു രക്ഷയുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളാണ്. പുറപ്പാട് പുസ്തകം വായിച്ചേ, ഈ 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം കൂടെ, ആ വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. പുറപ്പാട്. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? നീ എന്നോട് എന്തിനാ നിലവിളിക്കുന്നേ? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. ആമേൻ. നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നേ? മുൻപോട്ട് പോകുവാൻ എന്ത് ചെയ്യാ? ഇസ്രായേൽ മക്കളോട് പറക. കാരണം എന്താ? കാരണം എന്താ? മുമ്പോട്ട് പോകാൻ തടസ്സമായി ഒരു ബന്ധനം. യഹോവയായ ദൈവം പറയുക മോശയോട്. ആ ദൂത് കേൾക്കണേ, അതിനകത്തൊരു ശക്തമായൊരു ദൂതുണ്ട്. യഹോവയായ ദൈവം മോശയോട് പറയുക, നീ എന്തിനാ നിലവിളിക്കുന്നത്? ഇപ്പൊ മോശ ഇവിടെ എന്തോ ചെയ്യുന്നേ? ദൈവത്തോട് എന്ത് ചെയ്യുക? 6 ലക്ഷത്തിൽ പരം ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് 2-3 ദിവസം അങ്ങോട്ട് ആയുള്ളൂ. മോശ കിടന്ന് കരയാൻ തുടങ്ങിയ. എന്താ കരയുന്നേ? ജനം പിറുപിറുക്കാൻ തുടങ്ങി. അവർ പരിതാപകരമായ വാക്കുകൾ പറയാൻ തുടങ്ങി. ജനം പറയുന്നത് എന്താ അറിയാമോ? മിസ്രൈമി ശവക്കുഴിയില്ലേ, ഇവിടിട്ട് ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നേ? ജീവിതത്തിൽ രക്ഷയില്ലല്ലോ, ഇവിടെ വെച്ച് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ചിന്ത അവരെ ഭരിച്ചു. കാരണം അവർ മുമ്പോട്ട് നോക്കിയപ്പോൾ കണ്ടത് ചെങ്കടല, കടലാണ് മുന്നിൽ കിടക്കുന്നത്. കടലിൻ്റെ പ്രത്യേകത, ഇക്കരെ നിന്നാൽ അക്കരെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതിനാ കടലെന്ന് വിളിക്കുന്നത്. കടൽ സമമായ ചില വിഷയങ്ങൾ ഇക്കരെ നിന്നിട്ട് അക്കരെ കാണാൻ കഴിയാതെ, തലപൊക്കി നിന്നിട്ടും അക്കരെ കാണാൻ കഴിയാതെ, പ്രാർത്ഥിച്ചിട്ടും അക്കരെ കാണാൻ കഴിയാതെ, ഉപവസിച്ചിട്ടും അക്കരെ കാണാൻ കഴിയാതെ, ഷുഡരബാരബാര ഹർത്തനാധിക ഘടക കരഞ്ഞിട്ടും അക്കരെ കാണാൻ കഴിയാതെ, ചുടരകൾക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയിട്ടും അക്കരെ കാണാൻ കഴിയാതെ, ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നിട്ടും അക്കരെ കാണാൻ കഴിയാതെ, ഉപവാസ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്തിട്ടും അക്കരെ കാണാൻ കഴിയാതെ, 10 പേർക്ക് സുവിശേഷം പറഞ്ഞിട്ടും അക്കരെ കാണാൻ കഴിയാതെ, ചുടരകൾക്കട ഒരു കര കാണിക്കാതെ, തലമുറയിൽ കര കാണിക്കാതെ, ജോലിയിൽ കര കാണിക്കാതെ, കുടുംബജീവിതത്തിൽ കര കാണിക്കാതെ, പാതി വഴിയിൽ എവിടെയോ കൊണ്ടിട്ടിരിക്കുന്ന ചില കടല് സമമായ വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽ മോശയോട് ചോദിച്ചതുപോലെ ഇതിനകത്തിരിക്കുന്ന ജനത്തോട് ചോദിക്കുകയാ, നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ കരയുന്നേ? മോശയോട് ദൈവം ചോദിച്ച ചോദ്യമാ, നീ എന്തിനാ കരയുന്നേ? കടലിൻ്റെ സൈഡിൽ കിടന്നുകൊണ്ട് കരയുന്ന മോശെ ദൈവം കണ്ടിട്ട് പറയുകയാ, ഇന്നു മക കടല് സമമായ ചെങ്കടൽ സമമായ ചില വിഷയത്തിൽ നീ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് മക കര കാണിക്കില്ല, ഗതി പിടിപ്പിക്കില്ല, കര കയറ്റത്തില്ല, കര കാണിക്കില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങൾക്കും മീതെ യേശു കർത്താവ് ചോദിക്കുന്നു, കുഞ്ഞെ നീ എന്തിനാ കരയുന്നേ? ഇതിനകത്ത് രക്ഷയുണ്ട്, ഇതിനകത്ത് വിടുതലുണ്ട്, നീ കരയുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. ഓ എത്ര പേരെടുക്കും?
അടുത്തിരിക്കുന്ന ആരും ശ്രദ്ധിക്കേണ്ട, നീ ആരാധിച്ചോ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറുനിലയിൽ കര കാണിക്കില്ല, കരകയറ്റത്തില്ല. ഒറ്റപ്പെടുത്തു, ഉള്ള സ്നേഹം കൂടെ നഷ്ടപ്പെടുത്തു. ആരോഗ്യത്തെ ബന്ധിക്കൂ, ശരീരത്തെ രോഗം വരുത്തു. ഓരോ ദിവസവും നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് കര കാണിക്കാതെ നിന്നെ വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന്റെ ചെങ്കടൽ ഇന്ന് പകൽ അഴിയുന്നത് ആത്മാവിന്റെ ദൂത് പറയുകയാ. ആരാധിച്ച് ജയമെടുക്കട്ടെ. കരമടിച്ച് ഒരു ആത്മാവിന്റെ പകർച്ച ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അമ്മന്റെ സഹോദരന്മാരെ, എൻ്റെ പ്രിയ മാതാപിതാക്കളെ, ഇന്ന് മകൻ ആത്മാവി പറയുകയോ, നിന്റെ തലമുറയും നിന്റെ ജോലിയും കര കാണിക്കാതിരിക്ക വെല്ലുവിളിക്കുന്ന ശക്തി ഇന്ന് മകൻ അഴിയുകയോ. ഹല്ലേലൂയ. ഒന്നല്ലേ മറ്റു പല നിലയിൽ ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന്. ഇളയ കൊച്ചിൻ്റെ രോഗം മാറുമ്പോൾ മൂത്ത കൊച്ചിൻ്റെ, അത് കഴിയുമ്പോൾ ഭാര്യയുടെ, അത് കഴിയുമ്പോൾ ഭർത്താവിൻ്റെ, അല്ലെങ്കിൽ ഒരു കടം വീട്ടി കഴിയുമ്പോൾ മറ്റൊരു കട, ഒരു ബ്ലേഡുകാരെ വിട്ട് കഴിയുമ്പോൾ മറ്റൊരുത്തന. ജീവിതത്തിൽ ഗതി പിടിപ്പിക്കാതെ, കര കാണിക്കാതെ, തിരിച്ചും മറിച്ചും നീ ജീവിതം കൊണ്ടുപോകുന്നെങ്കിൽ ഒക്ടോബർ മാസം 1-ാം തീയതി ആത്മ പറയുന്നു, ഇതിനകത്ത് ചില പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഒരു കരയിൽ നിന്നും മറുകരയിൽ എത്തിക്കേണ്ടതിന് നിങ്ങളുടെ മുമ്പിലുള്ള ചെങ്കടലിനെ രണ്ടായി വിഭജിക്കുന്ന ദൈവമാണ് ചോദിക്കുന്നത്. നീ എന്തിനാ കരയുന്നേ? നീ കരയുന്ന വിഷയത്തിൽ, ഒരു കുഞ്ഞിന് വേണ്ടി കരയുന്ന വിഷയത്തിൽ, ഒരു ജോലിക്ക് വേണ്ടി കരയുന്ന വിഷയത്തിൽ, ഇതിനകത്തൊരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ഒന്നി നീ അല്ലെങ്കിൽ ഇതിന്റെ കുഞ്ഞ് ഗതി പിടിക്കല്, കര കാണല്ലെന്ന് പറഞ്ഞ് ബന്ധിക്കുന്ന ബന്ധനങ്ങൾ, ഉള്ള ആശ്രയം മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന അന്ധകാരത്തിന്റെ കെട്ടുകൾ ഇന്നു പകൽ സ്വർഗ്ഗ അഴിച്ചു മാറ്റുകയാണ്. ദൂത് മനസ്സിലായവർ ആരാധിച്ചോ? യെസ്. നാളുകൾ കൊണ്ട് നിനക്കെതിരെ വില പറയുന്ന മണ്ഡലങ്ങൾ അഴിയുക. ഒരു വിടുതലോടെ എഴുന്നേക്കത്തുള്ളെന്ന്. എൻ്റെ വിഷയത്തിൽ എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ കൊച്ചുങ്ങൾ രക്ഷപ്പെടണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം ആഗ്രഹിക്കുന്നവർ ആരാധിക്ക്. ഓ റാ ബാ ബാ ബാ. ഇവിടുന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കാറിൽ ഞാൻ കയറുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ ഞാൻ രക്ഷപ്പെടും, എൻ്റെ തലമുറ രക്ഷപ്പെടും. എൻ്റെ മുമ്പിൽ ഒഴുകുന്ന ഈ കടല് പോലെയുള്ള വിഷയത്തിൽ നിന്ന് ഞാൻ കരകയറുമെന്ന് ആത്മാവിൽ ആരാധിച്ച് ജയമെടുത്ത് ആരാധിക്ക്. സുവിശേഷത്താൽ നീ രക്ഷപ്പെടാൻ പോകുക. യേശുവിനാൽ നീ രക്ഷപ്പെടാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കണേ. ഒരു ഭയങ്കര ദൂത് എൻ്റെ അകത്ത് കർത്താവ് ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആരോഗ്യം കൂടെ ഒന്ന് ബലപ്പെട്ട് വരണം. നിരന്തരം പ്രാർത്ഥനയല്ലേ, അതുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് വരണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ഈ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ പ്രത്യേക കർത്താവ് കൃപ തരുന്നതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ പറയാ, ആത്മാവി ദൂത് പറയാ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ഈ ആരാധന തീരുന്നതിന് മുമ്പ്, ഈ ആരാധന തീരേണ്ട സമയം കഴിഞ്ഞു. 12:30 തീരുന്നത്, ആരാധനയ്ക്ക് തീരേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ആത്മാവ് ചില മിനിറ്റൂടെ കൊണ്ടുപോവുകയാ. ആമേൻ. ദൈവാത്മാ പറയുന്നു, മുമ്പിൽ കിടക്കുന്ന ചെങ്കടൽ പോലെയുള്ള നിന്നെ കരകയറ്റത്തില്ലെന്ന്, കരക്കടുപ്പിക്കില്ലെന്ന്, അക്കരെ കൊണ്ടുപോകില്ലെന്ന്, വാഗ്ദത്തത്തിൽ എത്തിക്കില്ലെന്ന്, വാഗ്ദത്തം തരത്തില്ലെന്ന്, വാഗ്ദത്തത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെതിരെ ഒഴുകുന്ന സമമായ വിഷയത്തിൻ്റെ മേൽ കരമടി സാദരം തുറന്ന് ശക്തിയോടെ
എനിക്കറിയാം ദൈവം ഇതിനകത്ത് ചിലരെ തൊടുന്നുണ്ട്. മുടങ്ങിക്കിടക്കുന്ന, വഴിമുട്ടിയായി നിൽക്കുന്ന, ചെങ്കടലിനെ വിഭജിക്കുവാൻ ശക്തിയുള്ള, നിന്നെ കരകയറ്റുന്ന, രക്ഷപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ, ചെങ്കടലിന്റെ മുമ്പിൽ, നിന്റെ മുമ്പിൽ ആപത്തായി നിൽക്കുന്ന, മുമ്പിൽ നിൽക്കുന്ന ആപത്തിനെ മുക്കിക്കളയുന്ന ശക്തിയെ രണ്ടാക്കുന്ന ദൈവശക്തി ഇന്നു പകൽ നിന്റെ മുമ്പിൽ നിന്ന് പറയുക, മോശേ നീ എന്തിനാ കരയുന്നേ? രക്ഷിക്കപ്പെട്ട കാലം മുതൽ കരയല്ലേ? ഓർമ്മ വെച്ച കാലം മുതൽ കരയല്ലേ? ആ ബിസിനസ്, ജോലി ആരംഭിച്ചപ്പോൾ മുതൽ കരയല്ലേ? ആ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ കരയല്ലേ? ജീസസ്. ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കരയല്ലേ? ഓൺലൈനിൽ ഇരിക്കണ പറയും, ആ രാജ്യത്ത് ചെന്നപ്പോൾ മുതൽ കരച്ചിൽ തുടങ്ങിയല്ലേ? പുറപ്പാട് 14:15 നിങ്ങൾക്കുള്ള ദൈവിക ദൂതാണ്. അവിടെ മോശയോടാ ദൈവം ചോദിക്കുന്നേ, നീ എന്തിനാ കരയുന്നേ? അവിടെ എഴുതി വെക്കണം, മോശയുടെ പേരിൻ്റെ താഴെ എഴുതി വെക്കണം നിങ്ങളുടെ പേര്. എന്നിട്ട് വായിക്കണം. ഓ, ദൈവം നേരിട്ട് ചോദിക്കുക, എന്തിനാ മോനെ നീ കരയുന്നേ? എന്തിനാ നീ കരയുന്നേ? ഓ, എന്തിനാ നീ കരയുന്നേ? ഉടരബരബരബ. ഞാൻ ഇന്ന് രാവിലെ കണ്ടു, നമ്മുടെ വേവിച്ചായൻ ആരാധിക്കുമ്പോൾ 2 കവിളും നിറഞ്ഞൊഴുകി ദൈവത്തെ പാടി ആരാധിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ കരയുന്ന പലരും ഉണ്ടായിരുന്നു. ഈ ആരാധന ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ചോദിക്കുക, ഒരു പക്ഷെ മനുഷ്യന് നിന്റെ കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് വരാ, പക്ഷെ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ചോദിക്കുന്നു, എന്തിനാ മോനെ നീ കരയുന്നേ? നിന്റെ മുമ്പിൽ കിടക്കുന്ന ചെങ്കടലാണ് വിഷയമെങ്കിൽ നാളുകളെ കൊണ്ട് ഗതി പിടിപ്പിക്കില്ല, കരക്കടുപ്പിക്കില്ല എന്ന് പറയുന്ന പോരാടുന്ന ശക്തിയാണെങ്കിൽ ഇന്നു പകൽ അതിനെ വകഞ്ഞു മാറ്റുവാൻ, നിന്നെ അക്കരെ കൊണ്ടെത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാ. അല്ലല്ലോ എന്നെ കൊച്ചു മനുഷ്യ, ദൈവം വിശ്വസ്തനാ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം വിശ്വസ്തനാണ്. എന്തിനാ കരയുന്നേ? ഈ ഒക്ടോബർ മാസം 1-ാം തീയതി ആരാധിക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, എന്തിനാ നീ കരയുന്നേ? എന്തിനാ നീ നിലവിളിക്കുന്നേ? ഇന്നു പകൽ ഞാൻ നിന്റെ ദൈവമാണ്. ഓ, നീ എൻ്റെ ദൈവമാണ്. ആ സഹോദരൻ ആ പാട്ട് പാടിയ സമയം മുതൽ ആ പദം ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് തിളയ്ക്കുകയാ. ലാവ ഉരുകുന്നത് പോലെ ഇതിനകത്ത് പദം കിടന്ന് ഉരുകുകയാ. എന്താണ്? നീ എൻ്റെ ദൈവമാ. നമുക്കറിയാവുന്ന ഭാഗമാണ്, എങ്കിലും ഞാൻ പദം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ദൂരെ പോകേണ്ടവരുണ്ടല്ലോ, ഞാൻ നിർത്താം. മുമ്പിൽ എന്താ? ചെങ്കടൽ. പിന്നിലോ ഇരുമ്പായുധങ്ങളും ഇരുമ്പ് ചക്രങ്ങളും ഫറവോനും സൈന്യവും. അവർ പറയുന്നു, പിന്തുടരും, കൊള്ള പങ്കിടും, കൊന്നുകളയും. മുദ്രാവാക്യമാണ് അവരുടെ മുദ്രാവാക്യം. എന്തുവാ? പിന്തുടരും, കൊള്ള പങ്കിടും, കൊന്നുകളയും. ചെങ്കടലിന്റെ മുദ്രാവാക്യം എന്തുവാ? മുക്കിക്കളയും. ഇതിന്റെ നടുക്ക പ്രാർത്ഥിക്കുന്ന ഭക്തൻ. ജീസസ്. എന്നാൽ ഏതേലും സൈഡിലോട്ട് മാറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ കൂറ്റൻ മലകളാ, രക്ഷപ്പെടാൻ പറ്റാത്ത മലകൾ. ഇപ്പം താഴോട്ട് നോക്കിയ ഭൂമി, മുകളിലോട്ട് നോക്കിയാൽ ആകാശം. ഇതിന് നടുക്ക് നിൽക്കുന്ന ജനത്തോടാണ് ദൈവം ചോദിക്കുന്നത്, എന്തിനാ കരയുന്നേ? മോശയോട് ചോദിക്കുക, നീ എന്തിനാ കരയുന്നേ? ആ വാക്യം വായിച്ചേ. അപ്പോൾ യഹോവ മോശെ ആ സമയത്ത് ചോദിക്കുക, മുന്നിൽ പ്രതികൂലം, ബാക്കിൽ പ്രതികൂലം, സൈഡിൽ പ്രതികൂലം. ഈ അവസരത്തിൽ പിറുപിറുക്കുന്ന ഒരു കൂട്ടം ജനവും, കൂടെ നിൽക്കുന്ന ജനവും സ്ട്രോങ് ആണെങ്കിൽ കുറച്ചുകൂടെ ബലം കിട്ടും. പക്ഷെ ജനം കൂടെ പിറുപിറുക്ക തുടങ്ങിയാലോ
പിന്നെ മോശയ്ക്ക് കരയല്ലാതെ പിന്നെ എന്നാ ചെയ്യാനാ? പിന്നെ മോശയ്ക്ക് പറ്റുന്ന ഒറ്റ ഇതേ ഉള്ളൂ, മുട്ടുമടക്കി കരയുക. അപ്പോഴാ ദൈവശബ്ദം കേട്ടെ. ദൈവം ചില ദൈവശബ്ദം കേൾപ്പിക്കാൻ കൂടെ നിൽക്കുന്നവരെ പോലും ചിലപ്പോൾ മാറ്റി നിന്നിരിക്കും. കൂടെ ഉണ്ടെന്ന് പറഞ്ഞവർ പോലും ചില സമയങ്ങളിൽ ഇല്ലെന്ന് തോന്നും. എന്നറിയാമോ? നിന്നോക്ക് ദൈവശബ്ദം ഒന്ന് കേൾപ്പിക്കാനാ. സ്തോത്രം പറ, സ്തോത്രം പറ. ജീസസ്. ഇവിടെ മോശെ നോക്കിക്കേ, മുന്നിൽ എന്താ കിടക്കുന്നേ? പുറകിൽ ആരാ എന്ന് പറ. രണ്ട് സൈഡിൽ എന്തുവാ? മലകളാ. പിന്നെ മോശയുടെ കൂടെ 6 ലക്ഷത്തിൽ പരം ജനമുണ്ട്. അവരുടെ അവസ്ഥയോ? അവർ കമ്പും കല്ലും കോലുമായിട്ട് നിൽക്കുക. ഞങ്ങളെ ഇവിടിട്ട് കൊല്ലാൻ കൊണ്ടുവന്നാണോ? മിസ്രൈമി ശവക്കുഴിയിൽ ഞങ്ങൾ അവിടെ കാണാൻ കിടന്ന് ചത്താനേമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടെയുള്ളവർ നെഗറ്റീവ് എനർജി നിൽക്കുക. മോശയോ മൺതിട്ടെ പോയി മുട്ടുമടക്കി കരഞ്ഞു. ആ കരച്ചില്ല ദൈവം ഇടപെട്ടെ. ഒരു സ്തോത്രം പറഞ്ഞേ. ചില വേദനകൾ, ഒറ്റപ്പെടലുകൾ, കഷ്ടതകൾ, കണ്ണുനീരുകൾ, കൂടെയുള്ള ചില വേദനകൾ ഇന്ന് പകൽക്കാലം നിന്നെ തകർക്കാനല്ല, നിന്നെ ക്ഷീണിപ്പിക്കാനല്ല, നിന്നെ ഇല്ലായ്മ ചെയ്യാനല്ല. പിന്നെ എന്തിനാണ്? ദൈവത്തിന് നിന്നോടൊന്ന് സംസാരിക്കാൻ, ദൈവത്തിന് നിന്നോടൊന്ന് സംസാരിക്കാൻ. ഇവിടെ മോശയോട് ദൈവം സംസാരിച്ചു. എന്ത്? കുഞ്ഞേ, നീ എന്തിനാ കരയുന്നേ? ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലതിനോട്, സൂമിൽ അറ്റൻഡ് ചെയ്യുന്ന ചിലതിനോട് ദൈവാത്മാവ് ചോദിക്കുകയാ, നീ എന്തിനാ കരയുന്നേ? കുറെ നാളായല്ലോ കരയാൻ തുടങ്ങിയിട്ട്. എന്നാൽ അടുത്ത ദൂതുകൾക്ക് വായിക്ക്. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിന്? മുമ്പോട്ട് പോകുവാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ജനത്തോട്, ഈ ഓൺലൈനിൽ കേൾക്കുന്ന ജനത്തോട്, ഇതിനകത്തിരിക്കുന്ന പ്രിയ സഹോദരന്മാരോട്, സഹോദരിമാരോട് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറട്ടെ. ഒന്ന് ഏറ്റെടുക്കാമോ? നീ മുമ്പോട്ട് പോകുക. മുമ്പോട്ട് പോ. പകയ്ക്കരുത്, ഭയക്കരുത്. മുമ്പോട്ട് പോ. ക്ഷീണിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പോട്ട് പോണോ കേട്ടോ ബാബുച്ച? മുമ്പോട്ട് പോവാ. കരഞ്ഞുകൊണ്ടിരിക്കാനല്ല. അയ്യോ ഞാൻ ഇങ്ങനായല്ലോ, എൻ്റെ ഗതി ഇങ്ങനായല്ലോ. അല്ല, മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുക. ഈ നെയ്തലിപ്പടി സഭയോട്, ഗ്രേസ് മിഷൻ ചർച്ചിനോട് ആത്മ പറയാ, മുമ്പോട്ട് പോ. മുമ്പോട്ട് പോ, മുമ്പോട്ട് പോ. ഇതിനാ നിന്നെ ഇന്ന് രാവിലെ കൊണ്ടുവന്നേ. മുമ്പോട്ട് പോകാൻ പറയാ. ഭാരപ്പെടേണ്ട. നിന്ദിക്കുന്നവരുണ്ടാകോ, പരിഹസിക്കുന്നവരുണ്ടാകോ, ആക്ഷേപിക്കുന്നവരുണ്ടാകോ. നീ മുമ്പോട്ട് പോ. നിന്റെ മുമ്പിൽ ചെങ്കടല് കാണൂ, നീ മുമ്പോട്ട് വെക്ക്. നീ ചെങ്കടലിനെ നോക്കരുത്. നിന്റെ പുറകിൽ ശത്രുക്കൾ കാണൂ, നീ മുമ്പോട്ട് പോകുഞ്ഞേ. ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും അരുത്. മുമ്പോട്ട് പോ നീ. ഹല്ലേലൂയ. ആ പദത്തെ നിങ്ങളിന്ന് കയറി പിടിച്ചേ. ഇന്ന് രാവിലെ ഈ ആരാധന കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ടാകണം. എന്തു വന്നാലും ഞാൻ പുറകോട്ടില്ല, ഞാൻ മുമ്പോട്ട് പോകും. ഞാൻ മുമ്പോട്ട് പോകും. ഞാൻ മുമ്പോട്ട് പോകും. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകും. ഞാൻ ഇനിയും പുറകോട്ടില്ല. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഞാനിങ്ങ് എടുത്തോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകും. ആമേൻ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആരാധനയിൽ പറഞ്ഞ ഒരു വിഷയമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നവർക്കറിയാം. പക്ഷേ അതിന് ഇന്ന് പകൽ കർത്താവ് പറയുക, നീ മുമ്പോട്ട് പോകാൻ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അച്ഛൻ ഓർമ്മയുണ്ടോ? അതാ ദൈവിക ദൂത്, ഇതാ ദൈവശബ്ദം. ഇത് നിങ്ങൾക്കുള്ള, ഞാൻ എടുക്കുക. ഞാനും എൻ്റെ ഭാര്യയും കൂടെ കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് തലേന്നുള്ള ഒരു ദിവസം പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു. അത് ഇവിടെ വന്നവർക്ക് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ മൈക്ക് ഓഫ് ആക്കിയിട്ടാണ് പറഞ്ഞേ. ഹല്ലേലൂയ.
പക്ഷെ ആത്മാവ് എന്നോട് ഇന്ന് പകൽ പറയുന്നു, മുമ്പോട്ട് പോകുക. നീ എന്തിനാ കരയുന്നേ? ഉടരവര ഹർത്തുനി മനകടക കരമടിച്ച ദൈവം പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്നു, മുമ്പോട്ട് പോകാൻ. മുമ്പിലുള്ള ചെങ്കടലിനെ നോക്കരുത്, പുറകിലുള്ള വെല്ലുവിളി നോക്കരുത്, മുമ്പോട്ട് പോകാൻ. ഇത് ദൈവ ശബ്ദമാണ്. ഞാൻ ഇന്ന് മകൻ വിശ്വസിക്കുന്നു. ആമേ. ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് പ്ലാൻ ഉണ്ട്. മുമ്പോട്ട് പോകാൻ ആത്മാവ് പറയുന്നു. ഒന്ന് പ്രാർത്ഥിച്ച് പകച്ചു തന്ന വിഷയത്തിൽ, എങ്ങനെ മുമ്പോട്ട് പോകുന്നു ചോദിച്ച വിഷയത്തിൽ, മുങ്ങിപ്പോകുമോ എന്ന് ചിന്തിച്ച നാളുകളിൽ, ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ച നാളുകളിൽ, എൻ്റെ ദൈവമേ എന്തുകൊണ്ടെന്ന് ചോദിച്ച നാളുകളിൽ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെക്കാൻ കഴിയാതെ ചോദ്യചിഹ്നങ്ങൾ പലതും മുമ്പിൽ നിൽക്കുമ്പോൾ, ശത്രു പുറകെ വരുമ്പോൾ, നിന്നെ മുമ്പോട്ട് അയക്കുന്ന ദൈവത്തിനൊരു കരമുണ്ട്. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. മുമ്പോട്ട് പോകാൻ ആത്മാവ് ദൂത് പറയുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലതിനോട് പരിശുദ്ധ ആ ബലം ധരിക്ക്. ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ ബലം ധരിക്ക്. ഇത് ദൈവശബ്ദമാണ്. ഇത് ദൈവശബ്ദമാണ്. ഇതൊരു പ്രസംഗമല്ല. റെന്നി പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. ദൈവം തരുന്ന ദൂത പറയുന്നേ, നീ മുമ്പോട്ട് പോ. ആ തടസ്സം മാറാൻ പോകുകയാ. ആ ജോലിയുടെ തടസ്സം, ആ സൈറ്റിലെ തടസ്സം ദൈവം മാറ്റാൻ പോകുകയാ. നീ മുമ്പോട്ട് പോ. നീ രക്ഷപ്പെടും. ഇപ്പോൾ നീ സ്റ്റെപ്പ് വെച്ച വിഷയത്തിൽ നിന്റെ തലമുറ രക്ഷപ്പെടും. നിന്റെ ജോലി രക്ഷപ്പെടും. നീ മുമ്പോട്ട് പോ. ആ വിഷയത്തിൽ മുമ്പോട്ട് പോ. ആ വിഷയത്തിൽ മുമ്പോട്ട് പോ. ആരും തടയത്തില്ല. ആരും തടയത്തില്ല. ആരും തട്ടിക്കൊണ്ട് പോകത്തില്ല. നിനക്ക് കിട്ടേണ്ട വർക്ക് നിനക്ക് കിട്ടും. നിന്റെ ജോലി നിനക്ക് കിട്ടും. നിന്റെ വിവാഹം നടക്കും. നിന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും. മുമ്പോട്ട് പോ. മുമ്പോട്ട് പോ. നീ മുമ്പോട്ട് പോ. ഇത് ദൈവശബ്ദമാ. മുമ്പോട്ട് പോകുക. ദൈവസഭയോട് ദൈവാത്മാ പറയുന്നു, മുമ്പോട്ട് പോക. ഞാൻ ഈ പ്രവർത്തനവുമായിട്ട് പകച്ചു നിന്ന നാളുകളുണ്ട്.
എങ്ങനെ മുമ്പോട്ട് പോകുന്ന അറിയാൻ ചോദിക്കുന്ന നാളുകളുണ്ട്. എങ്ങനെ എവിടെ വരെ എത്തുമെന്നും ആര് കൈക്ക് പിടിക്കും ചോദിച്ച ദിവസങ്ങളുണ്ട്. ഇന്നലെ രാത്രി കൂടെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഈ നങ്കൂരം എങ്ങനെ ഞാൻ തുഴയോ ചോദിച്ച നാളുണ്ട്. പക്ഷെ ആത്മാവനോട് ഇന്ന് മകൾ പറയുന്നു, നീ മുമ്പോട്ട് പോകാൻ. അതെ അപ്പച്ച, ഞാൻ അതിനെ പിടിക്കുകയോ, ഞാൻ ആ ദൂതിനെ എടുക്കുകയോ. അങ്ങാണ് വേലയ്ക്ക് വിളിച്ചത്, അങ്ങാണ് ഈ പ്രവർത്തനം കൈ തന്നത്, അങ്ങാണ് ശുശ്രൂഷ ഏൽപ്പിച്ചത്, അങ്ങാണ്. അതുകൊണ്ട് ഞാൻ ആ ദൂതിനെ വിശ്വസിക്കുന്നു. ആ വാക്യം ഒന്ന് വായിച്ചേ. മുമ്പോട്ട് പോകുക. അവിടെ മുതൽ വായിക്കേ. മുമ്പോട്ട് പോകുവാൻ നെയ്തലി സഭയോട് പറയുന്നു. മുമ്പോട്ട് പോകുവാൻ ഗ്രേസ് മിഷനോട് പറയുന്നു. മുമ്പോട്ട് പോകുവാൻ ഗ്രേസ് ടിവിയോട് പറയുന്നു. മുമ്പോട്ട് പോകുവാൻ ഇവിടെ ആരാധിക്കുന്ന ജനത്തോട് പറയുന്നു. മുമ്പോട്ട് പോകുവാൻ ഇന്ന് പകൽ ഓൺലൈനിൽ പങ്കെടുക്കുന്നവരോട് ആത്മാവ് പറയുന്നു. മുമ്പോട്ട് പോകുവാൻ എന്നോട് ദൈവാത്മാ പറയുന്നു. ഞാന് ഈ മറ്റുള്ളവരോട് പ്രവചിക്കുന്ന ആള് മാത്രമല്ല, ചില സമയങ്ങളിൽ ഞാൻ എന്നോട് പ്രവചിക്കും. അതാ ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരോട് പ്രവചിക്കാൻ മാത്രമല്ല. ഹല്ലേലൂയ. ചോദിച്ചില്ലേ എങ്ങനെ പോകുമെന്ന്? പരിശുദ്ധാത്മാവ് പറയുന്നു മുമ്പോട്ട് പോകാൻ. ഒരു കമാൻഡിങ് പവറോടെ യുദ്ധത്തിനു വേണ്ടി ഫ്രണ്ടിൽ നിന്നുകൊണ്ട് വിസിലടിക്കുന്ന ഒരു പടത്തലവനെ പോലെ പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ ഈ മിനിസ്ട്രിയുടെ മുന്നിൽ ഇറങ്ങി നിന്ന് പറയുന്നു, മുമ്പോട്ട് പോ, മുമ്പോട്ട് പോ. നിർത്തണ്ട, അതിൽ തന്നെ നീ തുടരുക. ആ ഓഫീസ് അടയ്ക്കണ്ട, അതിൽ തന്നെ നീ തുടരുക. ആ സ്ഥാപനം നീ ബ്ലോക്ക് ചെയ്യേണ്ട, അതിൽ തന്നെ നീ തുടരുക. മുമ്പോട്ട് പോകുക, കടന്ന് വിശ്വസിക്കുക. ഞാൻ ആത്മാവിനെ കാണുന്നു, ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് കാണുന്നു, ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് കാണുന്നു. ഈ ബിൽഡിങ്ങിനകത്ത് ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് കാണുന്നു. ദൈവത്തിന്റെ മാലാഖമാർ ആലയത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ചിറകടിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ഇതിനകത്ത് ചിലതിനെ ദൈവാത്മാവ് തൊടുന്നു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കെട്ടിപ്പിടിക്കുന്ന പോലെ ആത്മാവ് നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു. ചിലത് പൊട്ടിക്കരയുന്നു, ചിലർ ദൈവത്തെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മ പറയുന്നു, പുറകോട്ടല്ല മുമ്പോട്ട് പോകുക, പുറകോട്ടല്ല മുമ്പോട്ട് പോകുക. ഈ ഉപവാസ പ്രാർത്ഥനയെ കഴിഞ്ഞ 27 ദിവസം ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഞങ്ങളുടെ വിഷയത്തിൽ ആത്മാവ് പറയുന്നു, മുമ്പോട്ട് പോകാൻ. നീ ചോദിച്ചില്ലേ എങ്ങനെ ഇത് അവസാനിക്കും? ഞാൻ ആരാധന കഴിഞ്ഞ് നിർത്തി, പക്ഷെ ദൈവാത്മാവ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. മുമ്പോട്ട് പോവാ. ആ വാക്യം ക്ലോസ് ചെയ്തേ. ഞാൻ പിടിച്ചു നിർത്തുകയാ. മുമ്പോട്ട് പോവാ. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. മുമ്പോട്ട് പോകുക, വടിയെടുക്കുക,
നിന്റെ കൈ കടലിന്മേൽ നീട്ടി കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. വടിയെടുത്ത് കടലിന്മേൽ എന്ത് ചെയ്യുക? വടി പ്രാർത്ഥനയെ കാണിക്കുന്നു. വടി എന്തിനെ കാണിക്കുന്നു? പ്രാർത്ഥന എന്ന വടി എടുത്തിട്ട് കടല് നിന്റെ പ്രതിസന്ധിയെ കാണിക്കുന്നു. അതിനെ അടിക്ക്. പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. എല്ലാ കണ്ണും അടയ്ക്കും. ഇത്രയും നേരം പ്രസംഗിച്ച ദൂത് മുഴുവൻ നിങ്ങൾ മറന്നുപോയാലും ഇത് നിങ്ങൾ മറക്കരുത്. മുമ്പോട്ട് പോകുക, അത് മതി. തുടർന്നുള്ള നാളുകൾ നിന്റെ ഫ്യൂച്ചറിന്, നിന്റെ ജോലിക്ക്, നിന്റെ തലമുറയ്ക്ക്, പഠനത്തിന്, ഈ സഭയ്ക്ക്, ഈ മിനിസ്ട്രിക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഒറ്റ പദം മതിയപ്പാ. മുമ്പോട്ട് പോകുക. വിടുതൽ നിന്റെ പക്കലുണ്ടല്ലോ. സുവിശേഷത്താൽ രക്ഷയുണ്ടല്ലോ. അത് ദൈവശക്തിയിൽ വ്യാപരിക്കുമെന്ന് പറഞ്ഞല്ലോ. ആത്മാവിനോട് പറഞ്ഞു, ഇതിൻ്റെ അവസാന സമയത്ത് ഞാൻ ഈ ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുമെന്ന്. ഞങ്ങളത് അനുഭവിച്ചപ്പോ